അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VHPയുടെ ഒരു നേതാവ് ചേരുന്നുണ്ട്. അനിൽ വിളയിൽ, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ SITയുടെ ഒരു നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ തന്നെ തുടക്കം തൊട്ട് തന്നെ ശബരിമലയിലെ ഈ മോഷണത്തിന്റെ തുടക്കം തൊട്ട് തന്നെ പറയുന്നതാണ് കേരളത്തിന് പുറത്തുള്ള ഇതിന്റെ ബന്ധങ്ങൾ. അതുകൊണ്ടാണ് അന്ന് തൊട്ട് ഈ കേസ് കേരളത്തിന് പുറത്തുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്. ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മേധാവി ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് സ്വാഗതാർഹമായ നടപടിയാണ്. പക്ഷെ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര ബന്ധം കൂടിയുണ്ട്. ഭാരതത്തിന് വെളിയിലും ഇതുമായി ബന്ധപ്പെട്ട ബന്ധമുള്ളത് കൊണ്ട് ഇത് കൃത്യമായി CBI പോലുള്ളൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കേസിന്റെ പരിധിയിൽ വരികയും അത്തരത്തിലുള്ള വ്യക്തികളെ കൂടെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു പരിധിവരെ സ്വാഗതാർഹമാണ്. എങ്കിലും ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയും നമ്മുടെ മുൻ ദേവസ്വം മന്ത്രിമാർ വരെ ഉൾപ്പെടെയുള്ള ആൾക്കാരിലേക്ക് ഇതിന്റെ അന്വേഷണം നീളുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തുത. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ അന്വേഷണം CBI പോലുള്ള ഏജൻസികൾക്ക് കൈമാറുക തന്നെ വേണം. അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതികളെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുകയില്ല. ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധത്തിനെ പറ്റിയുള്ള, അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിനെ പറ്റിയുള്ള സുഭാഷ് കപൂറിന്റെ കൂട്ടുള്ള വ്യക്തികളിൽ കൂടി ഇതിന്റെ അന്വേഷണം ചെന്നെത്തുകയും ഇത് ഈജിപ്റ്റ് വരെ ഇതിന്റെ ബന്ധങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് CBI പോലെയുള്ള ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥന.